പലപ്പോഴും വിട്ടുമാറാത്ത തലവേദന, ആദ്യമൊക്കെ മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ചു. തലവേദന എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഈ സൈഡിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. ചിലർക്കാണെന്നുണ്ടെങ്കിലോ ഒരു ഓർക്കാനം, വിമ്മിഷ്ടം, കഴുത്തിന്റെ വശങ്ങളിലേക്ക് വേദന. ചിലർക്ക് കഴുത്ത് വേദന വിട്ടുമാറാതെ നിൽക്കുന്നു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറുന്നില്ല. ചിലർക്കാണെങ്കിൽ ചെവിക്ക് വിട്ടുമാറാതെ വേദന വരുന്നു, റിംഗിങ് സൗണ്ട് കേൾക്കുന്നു. പലപ്പോഴും ഇത് ചെവിയുടെയോ തലയുടെയോ കഴുത്തിന്റെയോ കുഴപ്പമാവണമെന്നില്ല, നമ്മുടെ താടിയെല്ലിന്റെ പ്രോബ്ലം ആകാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കാൻ സിമ്പിൾ വഴിയുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടെ വായ ശരിയായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ പലരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, അതായത് നമ്മുടെ താടിയെല്ലിനെ നമ്മുടെ തലയുമായി കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന നീർക്കെട്ട്, ആ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള നീർവീക്കം, ചെറിയ ആർത്രൈറ്റിസ് ടെൻഡൻസി ഉള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വിട്ടുമാറാത്ത തലവേദന, വിട്ടുമാറാത്ത ചെവിവേദന, കഴുത്ത് വേദനയൊക്കെ ആയിരിക്കും ലക്ഷണമായിട്ട് കാണുന്നത്. ഇത് തിരിച്ചറിയുന്നതിന് നമ്മുടെ 3 വിരലുകൾ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ 3 വിരലുകൾ വായ തുറന്ന് ഇങ്ങനെ മാക്സിമം വായ തുറന്ന് എത്ര വിരലുകൾ അകത്തേക്ക് കയറ്റാൻ പറ്റും നോക്കുക. 3 വിരലുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വായ്ക്കകത്തേക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന് കുഴപ്പമില്ല. എന്നാൽ ഈ ജോയിന്റിന്റെ കംപ്ലൈന്റ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ 3 ഫിംഗർ ടെസ്റ്റ് പോസിറ്റീവ് ആവില്ല. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പലപ്പോഴും ഈ തലവേദനയുടെ കാരണം ഈ പ്രോബ്ലം ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ജോയിന്റിന്റെ കംപ്ലൈന്റ്സ് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചവയ്ക്കുന്നതിന്റെ പ്രോബ്ലംസോ തലവേദനയോ വിട്ടുമാറാതെ വന്നു എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് തലവേദനയോ കഴുത്തുവേദനയോ ഉണ്ടെങ്കിൽ ഈ 3 ഫിംഗർ ടെസ്റ്റ് നോക്കി നിങ്ങളുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ആരോഗ്യകരമാണോ എന്ന് സ്വയം പരിശോധിക്കുക.